ആരാണ് സർപ്രൈസ് കൊടുക്കുന്നത്? ആർക്ക് സർപ്രൈസ് തരുന്നില്ല മനുഷ്യന്മാർ പരാജയമാണ്. റിംഗ് ആയിരുന്നു. ആ റിംഗ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഞാനത് കൈമാറിയത്. അതെന്റെ സഹോദരിയുടെ റിംഗ് ആയിരുന്നു. സമാധാനമാണ് ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ കൈകൾ എന്ന് പറയുന്ന പോലെ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒന്നും അധികം കാണുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കപ്പിൾ ചലഞ്ചുമായിട്ടാണ്. പക്ഷെ കപ്പിളിൻ്റെ ഇടയിൽ കപ്പിളിൻ്റെ ഒരു ഗിഫ്റ്റും കൂടെ. അതെ അതെ വലുതാ. അവരെപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പം അവൻ കൂടെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആശാനൊരു ആഗ്രഹം അവനും കൂടെ പങ്കെടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂടെ ഇതിൻ്റെ ഇടയിൽ കയറ്റിയിട്ടുണ്ട്. ശരിക്കും ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരിലും ആരാണ് ഓരോ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു ചലഞ്ചാണ്. ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 ചോദ്യമുണ്ട്. 20 ചോദ്യത്തിനകത്ത് ഞങ്ങളിൽ കൂടുതൽ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള ഒരു ചലഞ്ചാണ്. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ ഫസ്റ്റ് അത് നമ്മൾ പറഞ്ഞില്ല. ഇതിലിതാ ഒരു സൈഡ് ശ്രീന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ സൈഡില് ചക്കി എന്ന് എഴുതിയിട്ട് ചക്കി എന്നുള്ള എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പം ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ഞങ്ങൾ ആരാണ് എന്നുള്ളത് പറയും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവന് തോന്നുന്നത് ഇവൻ പറയും. അത് ആരും കണക്കിലെടുക്കരുത്, പ്ലീസ് കണക്കിലെടുക്കരുത്. അതെ, അവൻ സത്യസന്ധമായിട്ട് മനസ്സിൽ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഈസ് മോർ ആംഗ്രി? ആർക്കാണ് കൂടുതൽ ദേഷ്യം? ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മനസ്സിലാക്കാം. ഞങ്ങൾ രണ്ടുപേരും സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. അല്ല, സത്യം പറഞ്ഞാൽ ദേഷ്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ദർശനയാണ്. ദർശനയിൽ നിന്നാണ് ആ ദേഷ്യത്തിന്റെ തുടക്കം കിട്ടുന്നത്. പിന്നീടാണ് ആ ദേഷ്യം ഞാനായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ കാരണക്കാരി എവിടെയാണോ അതിന്റെ ഒരു പീച്ച് പോയിന്റ് ആയിരിക്കുന്നത് ചക്കിയാണ്. സോ അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തു. എന്റെ ദേഷ്യം എന്ന് പറയുന്നത് വളരെ ചെറിയ ദേഷ്യമാണ്. ഞാൻ പോയ പോലെ താഴത്തേക്ക് ഇറങ്ങും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ദർശന ചക്കി. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതാണ് നോക്കുന്നത്. അടുത്തത്, ഹൂ സേ സോറി ഫസ്റ്റ്? ആരാണ് ഫസ്റ്റ് സോറി പറയുന്നത്? അത് കറക്റ്റ് ആണ്. ഞാൻ തന്നെയാണ് ആദ്യം സോറി പറയുന്നത്. സോറി പറഞ്ഞാലൊന്നും ഇവിടെ കേക്കത്ത് പോലും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗീവ് സർപ്രൈസസ്? ആരാണ് സർപ്രൈസ് കൊടുക്കുന്നത്? അവന് സർപ്രൈസ് കൊടുക്കുന്നത് ഭാര്യക്ക് സർപ്രൈസ് തരുന്നില്ല മനുഷ്യന്മാർ പരാജയമാണ്. അത് സർപ്രൈസസ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം അതൊക്കെയാണ്. ഞാൻ മാത്രം സർപ്രൈസ് കൊടുക്കാതെ എനിക്ക് സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല ഇതുവരെ. ഹൂ ഗേവ് ഫസ്റ്റ് ഗിഫ്റ്റ്? ഫസ്റ്റ് ഗിഫ്റ്റ് ആരാണ്? നിനക്ക് എങ്ങനെയാണ് അറിയുന്നത്? ഞാനാണ് ആദ്യത്തെ ഗിഫ്റ്റ് ദർശനയ്ക്ക് കൊടുക്കുന്നത്. ഒരു റിംഗ് ആയിരുന്നു. ആ റിംഗ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഞാനത് കൈമാറിയത്. അതെന്റെ സഹോദരിയുടെ റിംഗ് ആയിരുന്നു. ഈ റിംഗ് ഒക്കെ ആയിട്ട് ഈ ലണ്ടനിൽ നിന്ന് വന്നിട്ട് റിംഗ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സ്നേഹം കൊണ്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയതാണെന്ന്. പക്ഷെ സ്നേഹം കൊണ്ട് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അത് ഞാൻ മേടിച്ചതല്ലായിരുന്നു, അത് മോഷ്ടിച്ചതായിരുന്നു. സഹോദരിയുടെ കസിന്റെ മോതിരം മോഷ്ടിച്ചോണ്ടാണ് കൊണ്ട് കൊടുത്തു. കണ്ടില്ലേ? അങ്ങനെയുള്ള കളത്തിലാണ് ഇഷ്ടപ്പെട്ട ഒരു റിംഗ് ആണ് ഞാൻ കൊടുത്തത്. വല്ലവരുടെയും കയ്യിൽ നിന്ന് ഇഷ്ടപ്പെട്ട റിംഗ് ആണ് എനിക്ക് തന്നത്. പറയാനില്ല. അതെ, അടുത്തത്, ഹൂ സ്പെൻഡ് മോർ ക്യാഷ്? കുഞ്ഞിനറിയില്ല.
ദർശനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യാറുള്ളത്. എന്റെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തുച്ഛമായ ഒരു സംഖ്യ മാത്രം മതി എനിക്ക് എന്റെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാൻ. അല്ല, അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഫുൾ ക്യാഷും കാര്യങ്ങളും എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രം പോക്കറ്റ് വെക്കുമ്പോൾ ചെറിയ ചെലവേ ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് പറയാനില്ല. ഓഫ് കോഴ്സ് നമ്മൾ പെൺകുട്ടികളുടേതായിട്ടുള്ള ചെലവുകൾ കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചെലവില്ലാത്തതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ ചെലവുകൾ വരാറില്ല. ഞാൻ തന്നെയാണ് ക്യാഷ് കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത്, ഹൂ ഹാവ് മോർ ഫ്രണ്ട്സ്? കൂടുതൽ ഫ്രണ്ട്സ് ആർക്കാണുള്ളത്? അംഗീകരിച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയിരിക്കണം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ദർശനമാണ് കേട്ടോ. വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സ്. ഹൂ ഹാവ് ഹോം സിക്നെസ് മോർ? വീടുമായിട്ട് ഭയങ്കര ഇതുള്ള അവൻ എഴുതിക്കുന്നതാണോ? വീട്ടിൽ പോലും പോവാത്ത എന്നോട് പറയുന്നത്. എനിക്ക് എന്റെ വീടും എന്റെ നാടും ഒക്കെ ആയിട്ട് വളരെ ഒരു സിക്നസ് കൂടുതലാണ്. എവിടെ പോയാലും സമാധാനം കിട്ടത്തില്ല, വീട്ടിലെത്തിയാലും സമാധാനം കിട്ടും. വീട്ടിലിരിക്കുന്ന ഒരു സുഖ സമാധാനം തിരിച്ച് നമ്മുടെ നാട്ടിലെത്തുന്ന സന്തോഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ യൂസ് മൊബൈൽ മോർ? മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ന്യൂസ് കാണും, അത് ടിവിയില്. രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത്. ന്യൂസ് കാണാനോ കറന്റ് അഫയേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയുള്ള നോട്ടം അല്ലാതെ മൊബൈൽ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഫോണ് യൂസ് ചെയ്യുന്ന ഞാനെന്ന് വെച്ചാൽ എന്റെ ജോലി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അധികം ടി വി കാണാറില്ല. കാര്യങ്ങളെല്ലാം ഇവരെന്ത് ജോലി, ഇവര് ഒരു ജോലിയില്ല, 24 മണിക്കൂർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഏട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഏട്ടൻ ഫുൾ ടൈം ഫിലിംസ്, മൂവീസ്, അതുപോലെ ന്യൂസ്, അങ്ങനത്തെ കാര്യം, ഡിബേറ്റ്സ് ഒക്കെ ഭയങ്കര പ്രാന്താണ്. അപ്പൊ ഈ പഴയ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ളത് കണ്ടുകൊണ്ടിരിക്കും. അത് കൂടുതൽ ഞാൻ കാണാറുണ്ട്. അല്ലാതെ മൊബൈലിനകത്ത് നമ്മൾ ഇപ്പൊ ടി വിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അധികം കാണാറില്ല. കാരണം ആഡ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ടൈം പോകും. മൊബൈലിലാകുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും, അതുകൊണ്ട് കാണുന്നുള്ളൂ. അല്ലാതെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഞാനല്ല, ഈ ഇരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഹൂ ഈസ് എ ഫുഡി? ഏറ്റവും നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്യുന്ന, ഫുഡ് ഒരുപാട് കഴിക്കുന്ന? അമ്മയും 100% സത്യമായിട്ടുള്ള രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് കൂടുതൽ. അതെ, ഞങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സീ ഫുഡ് എല്ലാം കഴിക്കും, അടിച്ചു പൊളിച്ച് എല്ലാം കഴിക്കും. നല്ല ഫുഡിയാണ്. അതാണ് എന്റെ ഈ ശരീരത്തിന്റെ രഹസ്യം. അതെ, അങ്ങനെയാണ്. Who wins a debate? Who wins a debate? എന്താ ഏട്ടങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. ഞാൻ വിട്ടുകൊടുക്കുക. കാരണം സമാധാനമാണ് ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ കൈകൾ എന്ന് പറയുന്ന പോലെ. കൂടുതൽ തർക്കിച്ച് വഷളാക്കാൻ വേണ്ടി നിൽക്കാറില്ല. കാര്യങ്ങൾ അവതരിപ്പിക്കും, ഞാൻ എന്റെ പാട് നോക്കിപ്പോകും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ച തീർച്ചയായിട്ടും ശ്രീ എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ പേരൊക്കെ പറഞ്ഞ ഇതിന്റെ പേരിൽ ഡിബേറ്റ് തുടങ്ങാൻ വേണ്ടി വെറുതെ കുടം കമത്തി വെച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്, ഡിബേറ്റ് ചെയ്ത് തോൽവി സമ്മതിച്ചു കൊടുത്ത് അവിടെ തീരും പ്രശ്നമായി. പിന്നെ ഞാൻ എപ്പോ അതിന്റെ തിരിച്ച് പഴയതുപോലെ ആകും എന്നുള്ളത് കുറച്ച് കാര്യം ടൈം എടുത്തിട്ട് വരുള്ളൂ. Who is more patient? അല്ല. ഞാൻ ഇപ്പൊ മറ്റേതാണെങ്കിൽ ഇപ്പൊ ശരിക്കും നേരത്തെ ഡിബേറ്റ് ഇപ്പൊ തുടങ്ങായിരുന്നു. എന്റെ പേര് പറഞ്ഞു ഭാഗ്യം. എന്താ എന്റെ പേര് പറയാൻ കാരണം? അത് പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല. എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറുടെ ഉണ്ട്. പൊട്ടിത്തെറിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു പേഷ്യൻസ് ആവുന്ന ഒരു പ്രകൃതം കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വ്യക്തിത്വമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിരുന്ന അവസാനം ഞാൻ ഒരു പേഷ്യന്റ് ആയി, ഒരു രോഗിയായി. ഇതിനെ രണ്ടുപേരും നോക്കി ഞാൻ രോഗിയായി. Who said I love you first? നിനക്ക് എങ്ങനെ അറിയാം? നീ ഇതിലൊന്നും മിണ്ടാതിരിക്കും.
ഞങ്ങളുടെ കഥ മുഴുവൻ ഇവൻ അറിയാൻ കേട്ടോ. അതാണ് ഇവൻ ഏട്ടനാണ് പറഞ്ഞത്. എവിടെ വെച്ചേട്ടാ പറഞ്ഞേ? തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷൻ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ ഒരു മകനെ കിട്ടിയതാണ് ഞങ്ങളുടെ പുണ്യം. അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞ ഏട്ടനാണ്. ഓക്കെ, അടുത്തത്. ഹൂ ഈസ് ദ സ്ട്രിക്റ്റസ്റ്റ് പാരന്റ്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്. എന്ത് മോനിന് അർത്ഥം മനസ്സിലായി? ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആരാ? അച്ഛയാണോ അമ്മയാണോ മോനിന്റെ അടുത്ത് സ്ട്രിക്റ്റ്? അച്ഛൻ ഇപ്പൊ ഇന്ന് എന്തായിരുന്നു ചെന്ന് രാവിലെ ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. വർഷത്തിൽ ഒരിക്കലും ഇത് ഏട്ടനുള്ള കൊട്ടേഷനാണ്. കാരണം സത്യം പറഞ്ഞാൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ് ഞാൻ തന്നെയാണ്. ഏട്ടൻ എല്ലാം ഈസി ഗോയിങ് ആണ്, വിഷയമല്ല. പക്ഷെ ഞാൻ പഠിത്തത്തിൻ്റെ കാര്യം മസ്റ്റാണ്. ഇവിടെ വീട്ടിൽ അടി ഉണ്ടാവുന്ന മുഴുവൻ. ഇന്ന് രാവിലെ അടി കഴിഞ്ഞു, ഇന്നലെ ഒരു അടിയായിരുന്നു, മിനിഞ്ഞാന്ന് അടിയായിരുന്നു. എക്സാം ആയതുകൊണ്ട് എല്ലാ ദിവസവും അടിയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് അവരുടെ തലയിലോട്ട് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിലോട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്യും. നമ്മൾ സൗണ്ട് എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശബ്ദം എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഒരു പേടിയായിട്ട് മനസ്സിൽ തോന്നിക്കുന്നുള്ളൂ. മനസ്സിനകത്ത് ക്യാച്ച് ചെയ്ത് നിൽക്കില്ല. അത് ആ രണ്ട് വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ വീണ്ടും ദർശനയ്ക്ക് എപ്പോഴും സൗണ്ട് എടുത്തുകൊണ്ടുള്ള സംസാര രീതിയാണ്. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് കയറി ഞാൻ ദേഷ്യപ്പെടും. നീയോട് ഇത് പറഞ്ഞില്ല, നീ അത് എഴുതണം എന്നൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു. അപ്പൊ ഏട്ടനൊരു വടി എടുത്തോണ്ട് വരും. 2.5 എനിക്ക് കിട്ടും, 2.5 ഇവര് കിട്ടും. അതായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അപ്പൊ സ്ട്രിക്റ്റ് ഞാൻ തന്നെയാണ്. ഹൂ ഈസ് ബെറ്റർ ഇൻ ഗിവിംഗ് ഡിറക്ഷൻസ്? നല്ല വഴികൾ പറഞ്ഞു തരാൻ ബെറ്റർ ആരാണ്? ജീവിത വഴികളായാലും എല്ലാം ആയാലും. എന്ത്? ഏട്ടൻ തന്നെയാണ്. പൊട്ടത്തരങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങനെ അധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയൊന്നുമല്ല, എടുത്തു ചാടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ലൈഫിലെല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ഡയറക്ഷൻസ് തന്നിട്ടുള്ള ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ മെൻ്റലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ചിലപ്പോൾ വീക്കായി പോകുന്ന സാഹചര്യങ്ങൾ ഏട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്. ആ ഒരു സമയത്തൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള സമയത്താണ്. ആ സമയത്ത് ഞാനത് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അതിനെപ്പറ്റിയുള്ളത് ചിന്തിക്കാറില്ല. പക്ഷെ ആ ഒരു അനുഭവം വരുമ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ചെയ്തിരിക്കുന്നത് ദർശനയായിരിക്കും. അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് കിട്ടുന്നത് അപ്പോൾ ദർശനയായിരിക്കും. അതെ, പക്ഷെ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് ഏട്ടനാണ്, എല്ലാം പ്രാവർത്തികമാക്കുന്നത് ഞാനാണെന്നേ ഉള്ളൂ. Then who fell in love first? ചക്കി. എല്ലാം ഏട്ടൻ തന്നെ ഇടുക. ഏട്ടനാണ്. എവിടെ വെച്ചേട്ടാ? എങ്ങനെയാട്ടാ? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അല്ലല്ല, അതൊന്നും അല്ല. സോറി, ഞാൻ വിചാരിച്ചു ആദ്യത്തെ പ്രണയമായിരിക്കും. ആദ്യത്തെ പ്രണയമല്ല, എന്റെ ആദ്യത്തെ പ്രണയം ഞാനാണത്. വിശ്വസിക്കില്ല, ലോകത്ത് ഒരാൾ വിശ്വസിക്കില്ല. അല്ലല്ലേ, ആദ്യമായിട്ട് പ്രണയിക്കുന്നത് ആരാന്ന് ചോദിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ആരാണ് നമ്മളിൽ ആരാണ് ആദ്യം എന്താണ് ഐ ലവ് യു പറഞ്ഞു പ്രണയം തോന്നിയത് ആർക്കാണ്? അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചല്ല, ലണ്ടന് അല്ല, ലണ്ടനല്ല. എവിടെ വെച്ചാ? അതിന്റെ മുന്നേ പറയത്തില്ല. പിന്നെ ഹൂ ലേസ് മോർ? കള്ളം പറയുന്ന ആരാ? ഞാൻ ഇപ്പൊ തന്നെ പറയാവേ. ഏട്ടൻ മനസ്സിൽ തോന്നുന്ന പറ. കാണിച്ചില്ല, ഏട്ടൻ കാണിച്ചില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് അതിനെ കള്ളം പറയാൻ പറ്റില്ലല്ലോ. ഞാനത് പറയാറില്ല. അതിന് ഞാൻ വേറെ എന്തെങ്കിലും സാഹചര്യമായിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഏട്ടാ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഓഫീസിലാണ്. ഓഫീസിലല്ലല്ലോ, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് ആയിരുന്നു. ഇല്ലല്ലോ, ഞാൻ ഇറങ്ങിയില്ലല്ലോ, ഞാൻ ഓഫീസിലല്ലേ. അപ്പോൾ ഇരിക്കുന്നത് എവിടെയെങ്കിലും ആയിരിക്കും. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ചന്ദ്രൻ എവിടെയാ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചിലപ്പം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട്. അതുപോലെ വേറൊരു കാര്യമുണ്ട്.
ഫോണില് ചാറ്റ് ചെയ്തോണ്ടിരുന്നിട്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് പറയും ഇല്ല ഞാൻ ന്യൂസ് കാണുമായിരുന്നു ചെറിയ ചെറിയ സത്യങ്ങൾ മറച്ചു സത്യങ്ങൾ മറച്ചു വയ്ക്കുക. അടുത്തത് ഹൂ കോൾസ് ഓർ ടെക്സ്റ്റ് മോർ, ഏറ്റവും കൂടുതൽ കോൾ ചെയ്യുന്നതും ടെക്സ്റ്റ് ചെയ്യുന്നതും ആരാണ്? എന്തിനാ നീ എല്ലാം അച്ഛനെ പേര് പറയുന്നത്? കാരണം അച്ഛനല്ല കൂടുതൽ വേറെ ഗേൾ ഫ്രണ്ടിനെ നോക്കുന്നത്. അതോ പറഞ്ഞ സത്യമാണ്. വേറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നത് ടെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് ചെയ്യുന്നതും വിളിക്കുന്നതും ഒക്കെ ഞാനാണ്. ഈ മനുഷ്യനൊന്നും എന്നെ ഇങ്ങോട്ട് വെറുതെ ടെക്സ്റ്റ് ചെയ്യാറൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ കെ കെ എന്നിടും. ഓക്കെ എന്നുള്ളതിന് അത് ഓ പോലും ടൈപ്പ് ചെയ്യാൻ മടിയാ. കെ ഫോണിലൂടെയുള്ള സൗഹൃദം എനിക്ക് താല്പര്യമില്ല. നേരിട്ടാണെങ്കിൽ സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു സമ്പർക്കമാണ് എനിക്കുള്ളത്. ഫോണിനകത്തോടധികം ഞാൻ ഇടപെടാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഹു ഈസ് ഈസി ഗോയിങ്? ഈസി ഗോയിങ് ഒന്നൊരു കാര്യമല്ലാത്ത ആൾക്കാണ്. എനിക്കാണോ അച്ഛനാണോ? അപ്പൊ അവനെ കൂട്ടില്ല, കളിക്കാൻ അവനെ കൂട്ടില്ല. ഇപ്പൊ പറഞ്ഞു നിർത്തതേ ഉള്ളൂ. പഠിക്കാത്തതിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കി മുട്ട ഭക്ഷണം ഉണ്ടാക്കി പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എല്ലാം ഒരു ഈസി ഗോയിങ് മാട്ടാ, ഒന്നും വിഷയമല്ല. അങ്ങനെ ടൈപ്പാണ് ഞാൻ. ചെറിയ കാര്യങ്ങൾക്ക് പോയി ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും, ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക്. പക്ഷെ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഹു ഈസ് ഹാവിങ് ബെറ്റർ ഡ്രസ് സെൻസ്? ആർക്കാണ്, നമ്മളിൽ ആർക്കാണ് നല്ല ഡ്രസ് സെൻസ് ഉള്ളത്? നമ്മൾ 3 രൂപ അല്ലേ? ഞാൻ തന്നെയാണ്. ഇവർക്ക് 2 പേർക്കുള്ള ഡ്രസ്സ് എല്ലാം എടുക്കുന്നത് ഞാൻ തന്നെ. ഏട്ടൻ ഇടുന്ന പല ഡ്രസ്സുകളും ഏട്ടൻ വാങ്ങിയതല്ല. എന്റെ ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്വന്തമായിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ അമ്മ എനിക്ക് എടുത്തു തരുന്നതിന് കൂടുതലും അമ്മയായിരുന്നു എടുത്തു തരുന്നത്. വളരെ അപൂർവങ്ങളിൽ എല്ലാം ഏതെങ്കിലും ഒരു ഷർട്ട് പിന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 99% ദർശനയാണ്. പണ്ട് 99% അമ്മയായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉള്ള ഒരു ഡ്രസ്സുകളെല്ലാം ഞാനാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇനീഷ്യേറ്റഡ് ദ ഫസ്റ്റ് കിസ്? ഞാനല്ല. നിനക്കെങ്ങനെ മനസ്സിലായി? അതായത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 വേണാട് എക്സ്പ്രസ് വന്ന് നിൽക്കുന്നു. അനൗൺസ് ചെയ്തു, ട്രെയിൻ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് ആണ് ഞാനൊരു കിസ് കൊടുത്തിട്ട് ട്രെയിനിലോട്ട് കയറുന്നത്. ഫസ്റ്റ് മീറ്റിംഗിൽ ടാറ്റ പറയാൻ വേണ്ടി ഇറങ്ങി വരുന്ന ട്രെയിനിൽ കയറിയ ആളാണ്. ട്രെയിനിൽ കയറി ബൈ ഒക്കെ പറഞ്ഞ് ട്രെയിൻ പയ്യെ മൂവ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ വിചാരിച്ചു പോകുന്നില്ല, എന്ത് പറ്റി, എനിക്കൊന്നും മനസ്സിലായില്ല എന്ത് പറ്റിയെന്ന്. ഓടി വന്നപ്പോൾ നല്ല തിരക്കാണ്. അപ്പൊ ഓടി വന്ന് പറഞ്ഞിട്ട് തിരിച്ച് എന്നിട്ട് ചാടി കയറി ട്രെയിനിൽ കയറിയിട്ട് ടാറ്റ ട്രക്കായിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ട്രെയിൻ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഒന്നും അനങ്ങിയിട്ടില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഫോൺ ചെയ്തു, നീ അവിടെ നിന്ന് ഇറങ്ങിയോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ഇറങ്ങുന്നേ ഉള്ളൂ. അതുപോലെ സ്ട്രക്കായത് കാര്യം. എന്നിട്ട് രസം അതല്ല, ആ കാര്യം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇവിടെ അമ്മയോട് ചിറ്റിയോട് പറയുകയും ചെയ്തു എന്നതാണ് അതിൽ വലിയ രസം അല്ലേ? അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചലഞ്ച്. 20 ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് ചെക്കിക്കാണ്, ദർശനക്കാണ്. അപ്പൊ അതിനുള്ള സർപ്രൈസ് എനിക്ക് ഇന്ന് അതിനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് വാങ്ങി തരുന്നതായിരിക്കും. മുഴുവൻ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ. അങ്ങോട്ടാ ചോദിക്കുന്നത്, ഒരു 100 എടുത്ത് ഒരു 50 എടുത്ത്. പക്ഷെ എപ്പോ ചോദിച്ചാലും കാണണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അത് വേറെ കുഴപ്പമാണ്. കാരണം ഇപ്പൊ ഞാൻ ക്യാഷ് കയ്യിൽ വെക്കാറില്ല, ATM കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ചക്കി ഒരു 100 എടുത്ത് ഒരു 500 എടുത്ത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അയ്യോ ഞാൻ ATM എടുത്തിട്ടില്ല, അപ്പം ദേഷ്യം പോവാണെങ്കിൽ കാർഡുണ്ടോ, ഫോൺ പേ ഉണ്ടോ, സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചലഞ്ച് അവസാനിക്കുകയാണ്. വീണ്ടും അപ്പോൾ ഞങ്ങളുടെ ചലഞ്ചിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഞങ്ങളുടെ ചക്കരക്കുട്ടന് ഇത്
ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കപ്പിൾ ചലഞ്ചിൽ അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു കുരുട്ട് ഒരു കുരുപ്പിരുന്ന് കഥ പറയുന്നത് കണ്ടില്ലേ. ഇതൊക്കെ അച്ഛനെ കടത്തി വെട്ടിയ മോനാണ്. കൂടുതലൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ വരുന്നവരിക്കും ബൈ.